വായുവിന്റെ പാദമെടുത്തു, ആദിത്യന്റെ കര പറഞ്ഞു, ബ്രഹ്മാവിന്റെ തലയെടുത്തു, ബ്രഹ്മശാപം തീർപ്പാനായിക്കൊണ്ട് ഞാൻ 12 കാലം ഭിക്ഷേറ്റുമല്ലോ. പ്രകട പ്രകട ഘോര ഘോര നീല കണ്ട ശിവം. അന്ന് എന്റെ കതിരത്ത് രാജാവിന്റെ മണ്ണമുമ്പേതുമായി സ്വയംഭൂവായി നിലനിൽക്കുന്ന ദിക്കിനകത്ത് അന്ന് ഉറങ്ങുന്ന ശിവഭൈരവരെ ഉറക്കം പാരമ്പര്യതാവിന്റെ കതിരവരെ അപ്പത്താലോ അടിയാലോ തൊണ്ടീനവൃത്, പാലാലോ പഴത്താലോ തൊണ്ടീനവൃത്. അപ്പത്താലും വേണ്ട എനിക്ക് അടിയാലും വേണ്ട, പാലാലും വേണ്ട എനിക്ക് പഴത്താലും വേണ്ട. 1000 കൊള്ളി പ്ലാവർ കുത്തി എനിക്ക് ഹോമം തരണം. ഹോമത്താൽ ഒരു പിടി ഹോമം പിഴച്ചുകൂടാ, മന്ത്രത്താൽ ഒരു മൊഴി മന്ത്രം പിഴച്ചുകൂടാ എന്ന അവസ്ഥ കരുതി പിഴച്ചേനും കതിരവരെ പിഴച്ചതിന് മരുവാർ ഞാൻ പിഴതന്നോളാം. അങ്ങനെ എന്റെ കതിരത്ത് രാജാവിന്റെ നേർവരുവന്റെ കരത്തെ പിടിച്ച് ഞാൻ ഹോമോണ്ടത്തിൽ വിളിച്ചെറിഞ്ഞു. പ്രകട പ്രകട ഘോര ഘോര നീള കണ്ടായ ശിവം. കളകാട് മുമ്പേ അന്നെ വളാട് മന്ത്രശാല ആധാരമായി മന്ത്രമൂർത്തികളും ദേവന്മാരും വിശേഷം കൈലാസനാഥൻ എന്നിരിക്കുന്നതായ ദിക്കിനകത്ത് അന്ന് 18 സമുദായത്തിൽ ശേഷിപ്പെടണമെന്ന അവസ്ഥ കണ്ടു കൽപ്പിച്ചു. അന്ന് കടുകാളാട് കാട്ടുമാടും കാമരൂപേശ്വരം കണ്ടമംഗലം അടൂർപ്പത്തില്ല നടുവന്തോടില്ല മേപ്പാട് ഈ പാട് നിറ്റൂരി വയത്തൂര് ആലമ്പാടി പട്ടേരി അനയിൽ പട്ടേരി ചാല് നല്ലതോട്ടും ചിറ്റീക്കുന്ന വഴിക്കോടും നേറ്റിയത്തും കരിവാരത്തും 18 സമ്പ്രദായങ്ങൾ ശേഷിപ്പെട്ടുവല്ലോ. അങ്ങനെ എന്റെ അമ്മോൻ ശങ്കരനാരായണന്റെ അമൃതദേവൻ നരേങ്കണ്ണൂരപ്പന്റെ അമരഭൂമിക്കകത്ത് ശങ്കരനാരായണൻ എന്നിരിക്കുന്നതായി തേർത്തട്ടിനകത്ത് എന്റെ കൊയ്ത്തട്ട മണ്ഡപം മുമ്പേതുമായി ഞാൻ ശേഷിപ്പെട്ടു. ഇന്ന ദിവസം മുമ്പേതുമായി കുംഭമാസം 1 നൽപ്പുഴ നക്കവണ്ണം വടക്കിട്ട ബ്രഹ്മത്തിനും മുടിക്കിട്ട പുഷ്പത്തിനും മൂലമന്ത്രത്തിനും ഗായത്രിക്കും വിഘ്നങ്ങൾ വരാതെ തക്കവണ്ണം ഈ കൈലാസാധനെ ഉപതാപിക്കൽ പ്രത്യക്ഷീകരിച്ച് കണ്ടുവല്ലോ. അല്ലേ എന്നെ മന്ത്രവാദി 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 ഇതിനെ പലരെ എന്ന പ്രകാരത്തിങ്കൽ ഈ കൈലാസനാഥനെ ഇങ്ങനെ ദൃഷ്ടിച്ച് കണ്ടുവല്ലോ. അല്ലേ, സന്തോഷമല്ലേ? ഇരിക്കട്ടെ, എല്ലാ കർമ്മങ്ങളൊക്കെ പിഴകൂറില്ലാതെ ധ്യാനമാകുന്നതായ പൂർണ്ണതയെങ്കിൽ വെച്ച് തന്നെ നിങ്ങൾ പരിപാലിച്ചെടുക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ദേവീ ദേവന്മാരാ.